അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ മുഹറം മാസം ഒട്ടനവധി പ്രവാചകരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മഹിതമായ മാസമായതിനാൽ ഷഹ്റുൽ അംബിയ അഥവാ അംബിയാക്കളുടെ മാസം എന്ന ഒരു അപരനാമം കൂടി മുഹറത്തിനുണ്ട്. സൃഷ്ടി ശ്രേഷ്ഠരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തെ പരിചയപ്പെടുത്തുന്നത് തന്നെ അള്ളാഹുവിന്റെ മാസമായാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഇസ്ഹാഖ് നബിയെയും യാക്കൂബ് നബിയെയും എന്നിങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ തന്നിലേക്ക് ചേർത്തി പറഞ്ഞതുപോലെ തന്നെ മുഹറത്തെയും ചേർത്തി പറഞ്ഞത് ഈ മാസത്തിന്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതരെ, റമദാനിന് ശേഷം എനിക്ക് ഏതൊരു മാസത്തിലാണ് നോമ്പെടുക്കാൻ ഏറ്റവും പവിത്രമായത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, റമദാനിന് ശേഷം നീ നോമ്പ് അനുഷ്ഠിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ മുഹറം മാസത്തിൽ ചെയ്യുക. കാരണം അത് അള്ളാഹുവിന്റെ മാസമാണ്. അതിൽ ഒരു ദിവസമുണ്ട്, അതിൽ അള്ളാഹു തന്റെ അടിമകളുടെ തൗബ സ്വീകരിക്കും. ഈ ഒരു ചരിത്രം പരിശുദ്ധമായ മുഹറം മാസത്തിൽ വ്രതമെടുക്കുന്നതിന്റെ ഒരു പവിത്രത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ പവിത്രതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.